നന്മമരം കാഞ്ഞങ്ങാട് കൂട്ടായ്മ കുട്ടികൾക്കായി പക്ഷി നിരീക്ഷണ ക്യാമ്പും അവബോധന ക്യാമ്പും സംഘടിപ്പിച്ചു. ചെമ്മട്ടംവയൽ കേന്ദ്രീകരിച്ച് നടത്തിയ ക്യാമ്പ് നഗരസഭാ ചെയർമാൻ വി രമേശൻ ഉദ്ഘാടനം ചെയ്തു. This news sponsored by Emmanuel Silks, കാഞ്ഞങ്ങാട്, കണ്ണൂർ ആൻഡ് തൃശൂർ. കാസർഗോഡ് ജില്ലയിൽ ഏറ്റവും കൂടുതൽ പക്ഷികളെ കണ്ടതായി റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരിക്കുന്നത് ചെമ്മട്ടംവയൽ, തോയമൽ, അരയി, കാരാട്ടുവയൽ പ്രദേശങ്ങളിലെ തണ്ണീർത്തടങ്ങളിലാണ്. വ്യത്യസ്ത സ്പീഷീസുകളിൽപ്പെട്ട 230ഓളം പക്ഷിയിനങ്ങൾ ഈ പ്രദേശങ്ങളിൽ കാണപ്പെടുന്നുവെന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത്. യൂറോപ്പിൽ നിന്നും വരുന്ന ദേശാടന കിളികളായ വൈറ്റ്സ്നോർക്ക്, ബ്ലൂ ത്രോട്ട്, ടൈഗർ ഫ്ലൈ, ക്യാച്ചർ എന്നിവയെല്ലാം ഇക്കൂട്ടത്തിൽപ്പെടും. സെപ്റ്റംബർ മുതൽ മെയ് വരെയുള്ള കാലമാണ് കേരളത്തിൽ ദേശാടന പക്ഷികളുടെ സാന്നിധ്യം കൂടുതലായും കണ്ടുവരുന്നത്. ഇത്തരം കാര്യങ്ങളെക്കുറിച്ചെല്ലാം കുട്ടികളെ പഠിപ്പിക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് നന്മമരം കാഞ്ഞങ്ങാടിന്റെ നേതൃത്വത്തിൽ പക്ഷി നിരീക്ഷണ ക്യാമ്പും ഒപ്പം അവബോധന ക്ലാസും സംഘടിപ്പിച്ചത്. ചെമ്മട്ടംവയൽ കേന്ദ്രീകരിച്ച് നടത്തിയ ക്യാമ്പ് കാഞ്ഞങ്ങാട് നഗരസഭാ ചെയർമാൻ വി രമേശൻ ഉദ്ഘാടനം ചെയ്തു. പ്രകൃതിയെ അറിഞ്ഞു പഠിച്ചു മുന്നേറുന്ന തലമുറയാണ് രാജ്യത്തെ മുന്നോട്ട് നയിക്കുകയെന്ന് വി രമേശൻ അഭിപ്രായപ്പെട്ടു. പ്രത്യേകിച്ച് നമ്മളറിയാതെ നമ്മുടെ പ്രദേശത്ത് നൂറുകണക്കിന് പക്ഷികളാണ് വന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. ആ പക്ഷികളെക്കുറിച്ച് പഠിക്കാനും ആ പഠനത്തിൽ അവർക്ക് താല്പര്യമുണ്ടാകാനും ഒക്കെ കഴിയത്തക്ക നിലയിൽ ഈ മേഖലയിൽ പ്രാഗൽഭ്യം തെളിയിച്ച നമ്മുടെ ശ്രീലാൽ ഇന്ന് കുട്ടികളോട് കൂടെയുണ്ട്. അപ്പോൾ ഇന്നത്തെ ഒരു മോർണിംഗ് കുട്ടികൾക്കും പക്ഷികളെക്കുറിച്ച് അറിയാനും അതുപോലെ തന്നെ അതിൽ ഈ കാര്യങ്ങളിൽ ഈ പഠനങ്ങളിലൊക്കെ ഭാവിയിൽ നല്ല ഗവേഷണ വിദ്യാർത്ഥികളൊക്കെ ആയി മാറാൻ കഴിയത്തക്ക നിലയിലേക്ക് നമ്മുടെ നാടിൻ്റെ സമ്പത്തായി നമ്മുടെ കുട്ടികളെ മാറ്റിയെടുക്കാൻ ഉള്ള ഒരു തുടക്കമാണ് നന്മമരം ഇത്തരം പ്രവർത്തനം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ചടങ്ങിൽ നന്മമരം പ്രസിഡന്റ് ബിബി ജോസ് അധ്യക്ഷനായി. നഗരസഭാ വൈസ് ചെയർപേഴ്സൺ എ.ഡി. ലത മുഖ്യാതിഥിയായി പങ്കെടുത്തു. നന്മമരം കാഞ്ഞങ്ങാട് ചെയർമാൻ സലാം കേരള, CP ശുഭ, ഷിബു നോർത്ത് കോട്ടച്ചേരി, TK വിനോദ്, ഗോകുലാനന്ദൻ മോനാച്ച, ബിനു വേലാശ്വരം, സതീശൻ മടിക്കൈ, BK പ്രസാദ്, ബഷീർ കുത്തിക്കാൽ, വൈഗ ഹരി തുടങ്ങിയവർ പരിപാടിക്ക് നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്.